ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. നന്ദനെ കാണാനായി അകത്തേക്ക് ഓടിച്ചെല്ലുന്ന അവന്തികയാണ് കാണിക്കുന്നത്. ആ കാഴ്ച കാണുന്ന സേതു അർച്ചനയോട് അവന്തികയുടെ പിന്നാലെ പോകാൻ പറയുകയാണ്. അങ്ങനെ അകത്തേക്ക് ചെല്ലുന്ന അവന്തിക സന്ധ്യയെ കണ്ടയുടൻ സന്ധ്യയെ തലങ്ങും വിലങ്ങും തല്ലുകയാണ്. എൻ്റെ നന്ദേട്ടനെ കൊലക്ക് കൊടുത്തപ്പോൾ നിനക്ക് മതിയായില്ലേ എന്ന് അവന്തിക ദേഷ്യപ്പെടുമ്പോൾ അങ്ങോട്ടേക്ക് വരുന്ന അർച്ചന അവന്തികയോട് അടങ്ങി നിൽക്കാൻ പറയുകയാണ്. നീയും എല്ലാത്തിനും കൂട്ടുനിന്നതല്ലേ, സന്ധ്യ ഛർദ്ദിച്ചപ്പോൾ നീയും കൂടെ ഉണ്ടായിരുന്നതല്ലേ എന്നൊക്കെ അവന്തിക ചോദിക്കുമ്പോൾ വാക്കുകളില്ലാതെ നിൽക്കുകയാണ് സന്ധ്യയും അർച്ചനയും. തുടർന്ന് അവന്തിക പൊട്ടിക്കരഞ്ഞുകൊണ്ട് മൂലയ്ക്ക് മാറിയിരിക്കുമ്പോൾ അർച്ചന മനസ്സിൽ പറയുകയാണ്, ഇവര് ഭയങ്കര ഓവർ ആക്ടിങ് ആണല്ലോ, ഇനിയൊരു പക്ഷേ ഇതിനെല്ലാം പിന്നിൽ ഇവർ തന്നെ ആകുമോ. തുടർന്ന് ഒരു സിസ്റ്റർ ICUവിൻ്റെ പുറത്തേക്ക് വരികയാണ്. അയാൾക്ക് ഉടനെ സർജറി വേണ്ടി വരുമെന്നും കിഡ്നി രണ്ടും ഡാമേജ് ആയിരിക്കുകയാണെന്നും ഒരുപാട് രക്തം പോയിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ ആരും ഇവിടുന്ന് പോകരുതെന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകുന്നു. ഇതുകൂടി കേൾക്കുന്ന അവന്തിക പൊട്ടിക്കരയുകയാണ്. തുടർന്ന് അർച്ചന അവന്തികയെ നോക്കിക്കൊണ്ട് സന്ധ്യയുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഡോക്ടർ ഇതുവരെ പോയില്ലേ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ നന്ദേട്ടൻ ഇങ്ങനൊരു അവസ്ഥയിൽ കിടക്കുമ്പോൾ ഞാൻ എങ്ങനെ പോകാനാണെന്ന് സന്ധ്യ ചോദിക്കുന്നു. പക്ഷേ ഡോക്ടർ പോയേ പറ്റൂ, ഇപ്പൊ തന്നെ കണ്ടില്ലേ അവന്തികേട്ടത്തി എന്തൊക്കെ കാണിച്ചു കൂട്ടിയെന്ന്. നന്ദേട്ടനോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഡോക്ടർ ഇവിടെ നിന്ന് പോകണം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എന്താണെങ്കിലും ഡോക്ടറെ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അർച്ചന സന്ധ്യ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഡോക്ടർമാരെല്ലാം എന്തൊക്കെയോ ചർച്ച ചെയ്യുന്നതാണ്. കുറച്ചു കഴിഞ്ഞ് ഡോക്ടർ അർച്ചനയുടെയും മറ്റുള്ളവരുടെയും അടുത്തേക്ക് ചെല്ലുകയാണ്. നിങ്ങൾ ഫാമിലി മുഴുവൻ ഉള്ളത് കൊണ്ട് തന്നെ ഉള്ള കാര്യങ്ങളെല്ലാം ഞാൻ തുറന്നു പറയാം. പേഷ്യന്റിന്റെ സ്ഥിതി അല്പം ക്രിട്ടിക്കലാണ്. 2 കിഡ്നിയും ഡാമേജ് ആയിരിക്കുകയാണ്, നെർവസ് സിസ്റ്റവും ഡാമേജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ ഒരു സർജറി വേണം. പക്ഷേ സർജറി എത്രമാത്രം സക്സസ് ആകുമെന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. സർജറിയിൽ സക്സസ് ആയില്ലെങ്കിൽ ഒരുപക്ഷെ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ കിഡ്നി മാറ്റി വെക്കേണ്ടി വരും. അതിനായിട്ട് ഒരു ഡോണറിനെയും നിങ്ങൾ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കണം. എന്തായാലും ഈ കൺസെൻറ്റ് ഒപ്പിട്ട് കൊടുത്തേക്കാൻ പറഞ്ഞുകൊണ്ട് ഡോക്ടർ സച്ചിയുടെ കയ്യിൽ ഫയൽ ഏൽപ്പിച്ച് ICUവിൻ്റെ അകത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ICUവിൻ്റെ മുന്നിൽ നിൽക്കുന്ന അർച്ചനയാണ്. തുടർന്ന് അവന്തിക അർച്ചനയുടെ അടുത്തേക്ക് എഴുന്നേറ്റ് ചെല്ലുകയാണ്. നീ എന്തിനാ ഇങ്ങനെ ഇതിന്റെ മുമ്പിൽ തന്നെ നിൽക്കുന്നത്, നിനക്കും അച്ഛൻ്റെ കൂടെ റൂമിലെങ്ങാനും പോയി റെസ്റ്റ് എടുത്താൽ പോരെ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ ഞാനിവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എന്താണെന്ന് അർച്ചന ചോദിക്കുന്നു. ഇതിനെല്ലാം കാരണം നിന്റെ വയറ്റിൽ കിടക്കുന്ന കുരിപ്പിന്റെ ജാതക ഗുണമാണെന്ന് അവന്തിക പറയുമ്പോൾ ഹോസ്പിറ്റലായി പോയി, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞേനെ എന്ന് ദേഷ്യത്തോടെ അർച്ചന പറയുന്നു. അങ്ങനെ അവർ വഴക്കിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ പുറത്തേക്ക് വരികയാണ്. നന്ദന്റെ വൈഫ് ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് അവന്തിക മുന്നിലേക്ക് ചെല്ലുന്നു. പിന്നെ പേഷ്യൻറ്റിന് O- ബ്ലഡ് അത്യാവശ്യമായിട്ട് വേണം. ഡോക്ടർ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് അതാണെന്ന് അവന്തിക പറയുമ്പോൾ ഡോക്ടർ അവന്തികയെ കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനം വീടാണ്. എങ്ങോട്ടേക്കോ പോകാനായി ഒരുങ്ങിയിറങ്ങുന്ന അനൂപിനെയും മീരയുമാണ് കാണിക്കുന്നത്. അതേസമയം ഒരു പോലീസ് ജീപ്പ് വൃന്ദാവനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അനൂപ് ആരാണെന്ന് SI ചോദിക്കുമ്പോൾ ഞാനാണെന്ന് അനൂപ് പറയുന്നു. നിങ്ങൾ വണ്ടി ഇടിച്ചൊരു പെൺകുട്ടി ഉണ്ടല്ലോ, ആ പെൺകുട്ടി 2 മണിക്കൂർ മുമ്പ് മരണപ്പെട്ടു. നിങ്ങളെ അറസ്റ്റ് ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് SI പറയുമ്പോൾ ഇത് കേട്ടെല്ലാവരും ഞെട്ടലോടെ നിൽക്കുകയാണ്. സാർ, ഞാനതൊന്നും മനഃപൂർവ്വം ചെയ്തതല്ല, ആ കുട്ടി മനഃപൂർവ്വമാണ് എൻ്റെ വണ്ടിയുടെ മുന്നിലേക്ക് ചാടിയത് എന്നൊക്കെ അനൂപ് പറയുന്നുണ്ടെങ്കിലും എന്തൊക്കെ പറഞ്ഞാലും ഇത് കൊലക്കുറ്റമായിട്ടാണ് ഫയൽ ചെയ്തിരിക്കുന്നതെന്ന് SI പറയുന്നു. പിന്നെ മറ്റൊരു കാര്യം കൂടി, യഥാർത്ഥത്തിൽ ഞാനിപ്പോൾ നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നതേ നിങ്ങളെ രക്ഷിക്കാൻ കൂടി വേണ്ടിയിട്ടാ. ആ പെൺകുട്ടി ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾ അതിപ്പോൾ തന്നെ അറിയണം, അല്ലെങ്കിൽ ഏത് വഴിക്കാകും നിങ്ങൾക്ക് ആക്രമണം വരുന്നതെന്ന് പറയാനേ സാധിക്കില്ല. ഈ നഗരം ഭരിക്കുന്ന ചെങ്കൽ മധു എന്ന് പറയുന്ന ഗുണ്ടയുടെ അനിയത്തിയാണ് അവള്. ഒരു കൊലപാതകം ഒഴിവാക്കാൻ വേണ്ടിയാ ഞാൻ നിങ്ങളിപ്പോൾ അറസ്റ്റ് ചെയ്യുന്നതെന്ന് SI പറയുമ്പോൾ എൻ്റെ മകൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്നും വെറുതെ വിടണമെന്നും മാഷി പറയുന്നു. കാരണവരെ, നിങ്ങൾക്ക് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാകാഞ്ഞിട്ടാണ്. ആ പെൺകുട്ടി മരിക്കുമ്പോഴേ ഗർഭിണി കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണെങ്കിലും അവന്മാരാരും വെറുതെ നിൽക്കാനേ പോകുന്നില്ല. ഇത് കേൾക്കുന്ന അനൂപ് സ്വമനസാലെ പോലീസുകാരുടെ കൂടെ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. അനൂപിനെ പോലീസ് അറസ്റ്റ് ചെയ്ത കാര്യം വൃന്ദാവനം വീട്ടിൽ നിന്നും കമല അർച്ചനയെ വിളിച്ചറിയിക്കുകയാണ്. ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അർച്ചന. തുടർന്ന് അർച്ചന സച്ചിയോട് ഇക്കാര്യം പറയുമ്പോൾ വിഷമിക്കേണ്ടെന്നും ഞാൻ ഉടൻ തന്നെ വക്കീലിനെ ഏർപ്പെടുത്താമെന്നും പറഞ്ഞുകൊണ്ട് സച്ചി പുറത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് മധുവിന്റെ ഗുണ്ടകള് അനൂപിനെ തിരക്കിക്കൊണ്ട് വൃന്ദാവനത്തിലെത്തിയിരിക്കുന്നതാണ്. അനൂപ് അവിടെ ഇല്ലെന്നും എൻ്റെ മോനെ ഒന്നും ചെയ്യരുതെന്നും ഞാൻ വേണമെങ്കിൽ കാല് പിടിക്കാമെന്നും ഒക്കെ തന്നെ മാഷ് പറയുമ്പോൾ എല്ലാവരും കൂടി പിടിച്ച് മാഷിനെ പൊതിരത്തല്ലുന്നതാണ് കാണിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.